മരണത്തിന് മുൻപ് കഫം പുടവ തയ്യാറാക്കി വെക്കുന്നതിൽ തെറ്റുണ്ടോ? മരണത്തിന് മുമ്പ് കഫം പുടവ തയ്യാറാക്കി വെക്കുന്നത് തെറ്റല്ല. പക്ഷെ അത് ചില നിബന്ധനകളോടൊപ്പമാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ മരണപ്പെട്ടാൽ അനുവദനീയമായ ഹലാലായ പൈസ കൊണ്ട് എനിക്ക് ഒരു കഫം പുടവ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അനുവദനീയമായ പൈസ കൊടുത്ത് ഹലാലായ കാശ് കൊടുത്ത് ഒരു കഫം പുടവ വാങ്ങി വെക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും മഹത്തുക്കൾ, ഏതെങ്കിലും മഹാന്മാർ, ഏതെങ്കിലും ഔലിയാക്കൾ ഒരു ബറക്കത്തിന് വേണ്ടി നിൻ്റെ കയ്യിൽ തന്ന മനോഹരമായ ഒരു വസ്ത്രം, അപ്പോൾ അതിനെന്തായാലും ഒരു പുണ്യം ഉണ്ടാവും. ആ പുണ്യത്തിന് വേണ്ടി ആ തുണിയെ കഫം പുടവയാക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ഒരു രീതി അൽഹംദുലില്ലാ അത് പഴയ കാലം മുതൽ ചില ആളുകളൊക്കെ ചെയ്തു വരുന്നതാണ്. ഇപ്പോൾ പിന്നെ മരിക്കാതിരിക്കാനുള്ള മരുന്നാണ് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അല്ലാതെ മരിക്കാൻ വേണ്ടി കഫം പുടവ വാങ്ങി വെക്കുന്നത് ആരും ചെയ്യുന്ന ഒരു ജോലിയല്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യൽ അനുവദനീയവുമാണ്. ഖുർആനിൻ്റെ അകത്ത് പൈസ സൂക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം അറിയാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു പേഴ്സോ ഒരു പെട്ടിയോ ഒരു ഡപ്പിയോ ഒരു തടിക്കഷണമോ ഒരു കടലാസിൻ്റെ കൂടോ ഒന്നുമല്ല. വിവരമില്ലാത്ത ചില ആളുകൾ ഖുർആനിനെ ഞാൻ വെറുമൊരു കടലാസ് പോലെയാണ് കാണുന്നതെന്നൊക്കെ ചിലപ്പോൾ പറയും. അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ഉളു ഇല്ലാതെ തൊടാൻ പാടില്ലാത്ത, ഒരു അനാദരവ് പോലും കാണിക്കാൻ പാടില്ലാത്ത, എന്തിനേറെ ഉമിനീര് വിരൽത്തുമ്പിൽ തട്ടിയിട്ട് ആ ഉമിനീര് കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ കടലാസ് മറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അത്ര ബഹുമാനം കൊടുക്കുന്ന ഖുർആൻ നാം നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പൈസയും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന ഒന്നാക്കി മാറ്റിയാൽ ഖുർആനിനോട് അനാദരവ് കാണിച്ചതിൻ്റെ പേരിൽ വലിയ അദാബ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും കാശ് മാത്രമല്ല, തുണ്ടുകൾ, അതുപോലെ തന്നെ കാർഡുകൾ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ശരീഫിൻ്റെ അകത്തേക്ക് ഇടയ്ക്ക് കയറ്റി വെക്കാൻ പാടില്ല. അത് ഖുർആനിനോടുള്ള അനാദരവാണ്. അള്ളാഹു ഖുർആനിൻ്റെ ശാപത്തെ തൊട്ട് നമ്മെ കാക്കുമാറാകട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാമെന്നും സംസാരിക്കാൻ പാടില്ല എന്നും പറയുന്നു. ഇതിൽ എന്താണ് ശരി? നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയലുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയലുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഭക്ഷണത്തിൻ്റെ ഒരു അംശം മതി. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. അത് വായ കൊണ്ട് ചവച്ചരച്ച് അകത്തേക്ക് ഇറങ്ങി പോകുന്നു. അത് അതിൻ്റേതായ വിഭിന്നമായ മേഖലകളിലേക്ക് പോകും. അതൊക്കെ ശരീരത്തിൻ്റെ വലിയ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അത് നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റൂട്ടൊന്ന് മാറി അല്പം ഒന്ന് മുകളിലേക്ക് കയറുമ്പോൾ മണ്ടയിൽ കയറി എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. അത് അല്പം ഒന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ മരണവെപ്രാളപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടാവും. അപ്പോൾ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ തീരെ സംസാരിക്കാതിരിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ സാവകാശം പറയുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ് 90% പണ്ഡിതന്മാരും അൽഹംദുലില്ലാ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നല്ല സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ മോനെ അടുത്തിരുന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല, ഇങ്ങനെ കഴിക്കാൻ പാടില്ല, ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന നല്ല മര്യാദയുടെ പഠനം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നല്ലതാണ്. നല്ല കാര്യങ്ങൾ പറയാം, സ്വാലിഹ്യങ്ങളുടെ സംഭവങ്ങൾ പറയാം. മിണ്ടാതിരുന്ന് കഴിക്കുന്നതിനോടല്ല ഇസ്ലാം താല്പര്യം കാണിക്കുന്നത്. സംസാരിക്കാം, സാവകാശവും ശാന്തതയിലും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിക്കുക. ചിരിയും കളിയും പൊട്ടിച്ചിരിയും തമാശയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരീരത്തിന് വലിയ ദോഷമുണ്ടാക്കുക എന്നത് മാത്രമല്ല, നമുക്ക് അള്ളാഹു തന്ന ഭക്ഷണത്തിനോടുള്ള അനാദരവ് പോലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു അടിമ യജമാനൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുമായിരുന്നു എന്നാണ് ഹദീസുകൾ പറയുന്നത്. അത്തരം ഒരു ഭവ്യത ഭക്ഷണത്തിനോട് കാണിക്കുമായിരുന്നു. ഇന്ന് നിന്നും നടന്നും ഒരു കാലിൻ്റെ മുകളിൽ വെച്ചും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ഭക്ഷണത്തിനോട് ശരിക്ക് അനാദരവ് കാണിക്കുന്നവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തവൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹു തന്ന ഭക്ഷണത്തിന് നന്ദി കാണിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. പുരുഷന്മാർ മൈലാഞ്ചി ഇടുന്നതിൽ തെറ്റുണ്ടോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് മൈലാഞ്ചി ഇടേണ്ടത്. അത് ഭർത്താവിൻ്റെ സന്തോഷത്തിനും ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും വേണ്ടിയാണ്. അവിവാഹിതയായ സഹോദരിമാർ വരെ ആ മൈലാഞ്ചി ഇടൽ കൊണ്ട് ഒരു വലിയ ഭവിഷ്യത്തിലേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ അതും അവർ ഒഴിവാക്കലാണ് നല്ലത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൈലാഞ്ചി ഇടാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഒരു നിർബന്ധ സാഹചര്യം, ഒരു അസുഖം വന്നിട്ട് മൈലാഞ്ചി പുരട്ടേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് അത് വിനിയോഗിക്കേണ്ടത്. അല്ലാതെ സൗന്ദര്യത്തിന് വേണ്ടിയോ പുറത്ത് ഒരു പ്രൗഢിക്ക് വേണ്ടിയോ ഒന്നും പുരുഷൻ മൈലാഞ്ചി ഉപയോഗിക്കാൻ പാടില്ല. വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ശുദ്ധിക്ക് വേണ്ടി നാം എന്തെങ്കിലും ഇസ്ലാമിക നിയമപ്രകാരം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വളരെ നല്ല ഒരു ചോദ്യമാണ്.
യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ആവശ്യവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യകർത്താവിന് എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, വീട്ടുകാർക്ക് അലക്കുന്നതിന് ഏറ്റവും വലിയ സൗകര്യം ചെയ്യുന്നതിനുള്ള ഒരു മിഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് നമ്മൾ ചെയ്യുക? നമ്മളെല്ലാ തുണികളും കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ട് അതിനെ ഒരുമിച്ച് അടിച്ച് പതപ്പിച്ച് വൃത്തിയായി ഉണക്കി നമ്മളെടുത്ത് വിരിക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു വലിയ അബദ്ധം സംഭവിച്ചു പോകുന്നുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം. കാരണം നമ്മൾ കൊണ്ടിടുന്ന തുണിയിൽ ഭർത്താവിൻ്റെ പിന്നെ യൂണിഫോം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭാര്യയുടെ മാക്സിയോ നൈറ്റിയോ എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളുടെ മലമൂത്ര വിസർജനങ്ങൾ പുരണ്ട നജസായ ചെറിയ വസ്ത്രങ്ങളുണ്ടാവും. അപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് വാഷിംഗ് മെഷീനകത്ത് ഇടുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അതിനകത്ത് കിടന്ന് അടിഞ്ഞ് പിന്നെ പതഞ്ഞൊക്കെ വരുമ്പോൾ ഈ നജസ് ഇല്ലാത്ത വസ്ത്രത്തിൽ കൂടി ഈ നജസ് ആകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അത് പരിപൂർണമായും വൃത്തിയാവുകയുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഒരുമിച്ചാണ് ഇടുന്നതെങ്കിൽ ഈ നജസായ വസ്തുവിൻ്റെ നജസിനെ നീക്കാൻ, മറ്റുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, നജസിനെ വെള്ളം ഒഴിച്ച് നീക്കിയതിന് ശേഷം ഒരുമിച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടുക. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേത് മാത്രമായ നജസായ വസ്ത്രങ്ങളെ ഒരു പ്രാവശ്യം ഇട്ട് അത് അലക്കി തീർന്നതിന് ശേഷം നജസല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ ഇട്ട് അലക്കാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം നാം നമസ്കരിക്കുമ്പോൾ നാം ധരിക്കുന്ന വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം. വസ്ത്രവും സ്ഥലവും പിന്നെ നജസിൽ നിന്ന് ശുദ്ധിയായില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഈ വസ്ത്രത്തെ ആ രീതിയിൽ പരിശുദ്ധമാക്കേണ്ടത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുപ്പകാലം മുതൽ എനിക്ക് മോണോ ആക്ട്, മിമിക്രി എന്നിവ ഇഷ്ടമാണ്. ഇപ്പോൾ അതിലേക്ക് ഒരു അവസരം വന്നു. ഞാൻ പോകുന്നതിൽ തെറ്റുണ്ടോ? ഒരു യുവാവ് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. കാരണം ഈ കോമഡി അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരാളുടെ രൂപം അഭിനയിച്ച് കാണിക്കുക, ഒരാളെ കളിയാക്കുക, ഒരാളെ കുറ്റപ്പെടുത്തുക, അതിങ്ങനെ ഒരു കലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരിക്കലും ഇസ്ലാമിക നിയമപ്രകാരം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒരാളെ തേജോവധം ചെയ്യുക, അവരെ പരിഹസിക്കുക. നിങ്ങൾ പറയാം അവരുടെ പൊരുത്തം വാങ്ങിച്ചു, അവരെ സമ്മതം വാങ്ങിച്ചു എന്നൊക്കെ പറയും. പക്ഷേ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ചോദിക്കുന്ന ചെറുപ്പക്കാരനോട് പറയാനുള്ളത് 100% അതിൽ നിന്ന് ഒഴിവായിട്ട് മറ്റേതെങ്കിലും മേഖല തിരഞ്ഞെടുത്ത് ജീവിതത്തെ സംശുദ്ധമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു ആ സഹോദരന് നല്ല ഒരു ഹൈറായ തൊഴിൽ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.